ഹായ്, ഏവർക്കും മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 പബ്ലിക് ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ലാബ് 18 ഫങ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതോടൊപ്പം ആൻസേഴ്സ് എങ്ങനെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്താം എന്നും ഈ ലാബിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വൈവ ക്വസ്റ്റ്യൻസും ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നു. തീർച്ചയായും ലാബ് 18 ഫങ്ഷൻസിലെ കംപ്ലീറ്റ് ആക്ടിവിറ്റീസും ഡീറ്റെയിൽഡ് ആയിട്ട് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ ലാബിലെ എല്ലാ ആക്ടിവിറ്റീസും ഭംഗിയായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കാണുക. ഈ വർഷം പബ്ലിക് പ്രാക്ടിക്കൽ എക്സാമിനേഷന് തയ്യാറെടുക്കുമ്പോൾ വിദ്യാർത്ഥികൾ നിർബന്ധമായി 2023, 2024, 2025 ഈ 3 വർഷത്തെ പ്രീവിയസ് പബ്ലിക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്യുക. ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻസിന് സമാനമായ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും 2026ലും ചോദിക്കാൻ സാധ്യത. സോ ലാബ് 18 ഫങ്ഷൻസിൽ നിന്ന് 2025ൽ 4 വേർഷൻ ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അതിൽ ഒരു വേർഷൻ ക്വസ്റ്റ്യൻ ഇവിടെ പരിചയപ്പെടുത്തുന്നു. ബാക്കി 3 വേർഷനും സിമിലർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഫങ്ഷൻസിൽ ചില കോഎഫിഷ്യൻസ് മാത്രം ചേഞ്ച് ചെയ്യുന്നു. സോ 2025ൽ പബ്ലിക് ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ലാബ് 18 ഫങ്ഷൻസിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ്. ഈ ലാബിൽ നിന്ന് 10 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതിൽ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് 8 മാർക്കാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1. ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ f from real number to real number given by f of x is equal to x raised to 4 minus 2x square plus x plus 1 and say whether it is 1 to 1 or on 2. Write the reason. അപ്പോൾ ഈ ലാബ് ചെയ്യണമെങ്കിൽ തീർച്ചയായും കുറച്ച് മാത്തമാറ്റിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ഫംഗ്ഷൻ 1 1 എന്ന് പറയുന്നത് എപ്പോഴാണ്? A function f is said to be 1 1 if every element has distinct images. അല്ലേ, ഓരോ എക്സ് വാല്യൂവിനും വ്യത്യസ്തമായ y വാല്യൂസ് ഉണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയും? 1 1 എന്ന് പറയും. ഒരു ഫംഗ്ഷൻ ഓൺ ടു എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ഫംഗ്ഷൻ്റെ കോഡൊമൈനും ആ ഫംഗ്ഷൻ്റെ റേഞ്ചും ഈക്വൽ ആകുകയാണെങ്കിൽ, അല്ലെങ്കിൽ എ ഫംഗ്ഷൻ f is said to be on to if കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്, കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആവുകയാണെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയും? ഓൺ ടു എന്ന് പറയും. എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ ടു ഈസ് കോൾഡ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇത് തിയറി ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ ഐഡിയ ഇവിടെയും നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതോടൊപ്പം തന്നെ ഒരു ഫംഗ്ഷൻ്റെ ഗ്രാഫ് നോക്കി അത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം എന്ന് ഡീറ്റെയിൽഡ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ടെസ്റ്റിൻ്റെ പേരെന്താണ്? ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ആ ടെസ്റ്റ് ഉപയോഗിച്ചാണ് ഇവിടെ നമ്മൾ 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്യുക. നിങ്ങൾക്കറിയാം, ആപ്ലിക്കേഷൻസ് എടുക്കുക, എഡ്യൂക്കേഷനിൽ ജിയോജിബ്ര ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ജിയോജിബ്ര വിൻഡോ ഓപ്പൺ ചെയ്ത് വരുന്നതായി മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ജിയോജിബ്ര വിൻഡോ. ഈ വിൻഡോയിൽ ഈ ഏറ്റവും താഴെ ഇൻപുട്ട് ബാറിൽ ഈ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് എന്ന് ടൈപ്പ് ചെയ്തില്ല എങ്കിലും എഫ് എന്ന് തന്നെയായിരിക്കും ആ ഫംഗ്ഷൻ വരാൻ സാധ്യത. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് മാത്രം ടൈപ്പ് ചെയ്യുക. എന്താണ് ഫംഗ്ഷൻ? എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. എൻ്റർ കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് നമുക്ക് വിൻഡോയിൽ കാണുവാൻ സാധിക്കും. ആ ഫംഗ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്ത ഫംഗ്ഷൻ ഇവിടെ ഓൾജിബ്രയിലും കാണുവാൻ സാധിക്കും. അല്ലേ, ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് ഫുള്ള് കാണാൻ സാധിക്കും. എക്സ് റൈസ് ടു 4 മൈനസ് 2x സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, നെക്സ്റ്റ്, ഈ ഫംഗ്ഷൻ 1 1 ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതായത് എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈൻ മനസ്സിൽ സങ്കല്പിക്കുക. ഇതിനകത്ത് വിൻഡോയിൽ വരയ്ക്കുകയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് മനസ്സിൽ സങ്കല്പിക്കുക.
ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോകുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ ഈ കർവിനെ എക്സാക്ട്ലി 1 പോയിന്റിൽ കട്ട് ചെയ്താൽ ആ ഫംഗ്ഷൻ 1 1. എന്നാൽ ഇവിടെ നോക്കടാ, ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇവിടെയും കട്ട് ചെയ്യുന്നു, ഇവിടെയും കട്ട് ചെയ്യുന്നു, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു. therefore the function is not 1 1. അതായത് ഈ പോയിന്റിലെ എക്സ് വാല്യൂവിൻ്റെ ഇമേജ് എന്താണ്? 4 ആണ് അല്ലേ? 4 ആണ്. അതുപോലെ ഇവിടെ ഏതോ ഒരു ഈ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂവിൻ്റെ വൈ വാല്യൂ എന്ന് പറയുന്നതും 4 ആണ്. അതായത് 4ലേക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് വരുന്നു. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. പിടിയിട്ടായിരുന്നോ? ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് കർവിനെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്താൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. അപ്പോൾ എഫ് ഓഫ് എക്സ് നോട്ട് 1 1. അതിൻ്റെ റീസൺ എങ്ങനെയാണ് എഴുതേണ്ടത്, ആൻസർ സ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തേണ്ടത് അതുകൂടെ മനസ്സിലാക്കുക. നിങ്ങൾ എഴുതേണ്ടത് ക്വസ്റ്റ്യൻ നമ്പർ 10 ഡി വേർഷൻ, അതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ലാബിൻ്റെ നെയിം എഴുതുക, ലാബ് 18 ഫങ്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 എന്താണ്? ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. എന്താണ് റീസൺ? സിൻസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ടച്ചസ് ദ ഗ്രാഫ് മോർ ദാൻ 1 പോയിന്റ്. അല്ലെങ്കിൽ എന്താണ്? സെയിം എലമെന്റിന് വ്യത്യസ്ത ഇമേജ് വന്നില്ല, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നോട്ട് 1 1. അങ്ങനെയും എഴുതാം കേട്ടോ. ഒരു എക്സ് വാല്യൂവിന് ഒന്നിൽ കൂടുതൽ വൈ വാല്യൂയിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് നോട്ട് 1 1. എങ്ങനെ വേണോ എഴുതാം, ആശയം വരണം എന്ന് മാത്രം. ഇതാണ് ഏറ്റവും സിമ്പിൾ. ദ ഹൊറിസോണ്ടൽ ലൈൻ ടച്ചസ് ദ ഗ്രാഫ് അറ്റ് മോർ ദാൻ 1 പോയിന്റ്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് 1 1. ഇനി ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാൻ 2 മാർഗമുണ്ട്. ആദ്യത്തെ മാർഗം ഈ ഫംഗ്ഷൻ്റെ ഡൊമൈനും ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താണ്? എഫ് ഫ്രം റിയൽ നമ്പർ ടു റിയൽ നമ്പർ. ഈ ആദ്യത്തെ ഈ സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ. ഈ സെറ്റിനെയാണ് എന്ത് പറയുന്നത്? കോഡൊമൈൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? ക്യാപിറ്റൽ ആർ ആണോ? ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂ. ഈ ഫംഗ്ഷൻ്റെ വൈ വാല്യൂ എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? -1 മുതൽ ഇൻഫിനിറ്റി വരെ. ക്ലോസ്ഡ് ഇൻ്റർവൽ -1, ഇൻഫിനിറ്റി. അതാണ് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്. കോഡൊമൈൻ ക്യാപിറ്റൽ ആർ, രണ്ടും ഈക്വൽ അല്ല, അതുകൊണ്ട് ഈ ഫംഗ്ഷൻ നോട്ട് ഓൺ ടു. ഇങ്ങനെ റീസൺ എഴുതാം. അല്ലെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ് ഇവിടെ പറയുന്നത് ഓൺ ടു ചെക്ക് ചെയ്യാൻ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ മനസ്സിൽ സങ്കല്പിക്കുക. അതിവിടെ കട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഇവിടെ കൊണ്ടുവരുമ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ഹൊറിസോണ്ടൽ ലൈൻ ഈ പൊസിഷനിൽ എത്തുമ്പോൾ കർവിൽ ഏതെങ്കിലും പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈൻ മനസ്സിൽ സങ്കല്പിക്കുക, അത് y ആക്സിസിന് അല്ലേ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ നമ്മൾ മൂവ് ചെയ്യിപ്പിക്കുക. ആ ഹൊറിസോണ്ടൽ ലൈൻ നമ്മുടെ ഇവിടെ ഈ പ്ലെയിനിൽ എവിടെ കൊണ്ടുവച്ചാലും ഈ കർവുമായിട്ട് മിനിമം ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ ഓൺ ടു ആകത്തുള്ളൂ. ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോകുന്നു, അത് താഴോട്ട് കൊണ്ടുവരിക, താഴോട്ട് കൊണ്ടുവന്നു, ഇവിടെ എത്തി. ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ പോയി, നമ്മുടെ കർവിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. therefore the function is not on to. ഇതാണ് ഹൊറിസോണ്ടൽ ലൈൻ ടെസ്റ്റ്. ഡീറ്റെയിൽഡ് ആക്ടിവിറ്റീസ് ചെയ്തപ്പോൾ ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട് ഓൺ ടു. എന്താണ് റീസൺ? സിൻസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഡസൻ ടച്ചസ് ദ ഗ്രാഫ് അറ്റ് സം പോയിന്റ്സ് ഓഫ് ദ കോഡൊമൈൻ ഓഫ് ആർ. അല്ലേ? അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും എഴുതണ്ട. സിൻസ് ദ ഹൊറിസോണ്ടൽ ലൈൻ ഡസൻ ടച്ചസ് ദ ഗ്രാഫ് അറ്റ് സം പോയിന്റ്സ് എന്ന് ചുരുക്കി എഴുതിയാലും മതി. അതിലും സിമ്പിളാണ്. ഹിയർ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, therefore the function is not on to. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടി 3 മാർക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. Draw the graph of the function f from real number to real number given by f of x is equal to 1 plus 6x minus 3x square. Observe the graph and find its range. അതാണ് ഫസ്റ്റ് പാർട്ട്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഡ്രോ ചെയ്യുക, എന്നിട്ട് ആ ഗ്രാഫ് നോക്കി അതിൻ്റെ റേഞ്ച് എഴുതുക. അതിന് 1 മാർക്കാണ്. അപ്പോൾ എന്താണ് ഫംഗ്ഷൻ? 1 plus 6x minus 3x square. അത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ആ ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക 1 plus 6x minus 3x square. എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കാണുവാൻ സാധിക്കും. 1 plus 6x minus 3x square. ഈ ഫംഗ്ഷൻ്റെ റേഞ്ചാണ് കാണേണ്ടത്. എന്താണ് റേഞ്ച്? y വാല്യൂ. ഈ ഫംഗ്ഷൻ്റെ y വാല്യൂ എവിടെ മുതൽ എവിടം വരെ? ഈ 4 മുതൽ ഇനി താഴോട്ടാണ് അല്ലേ? അപ്പോൾ റേഞ്ച് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് പറയുക. അപ്പോൾ ഓപ്പൺ ഇൻ്റർവൽ -∞, 4 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ. ജസ്റ്റ് ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തുക. റേഞ്ച് ഈസ് ഓപ്പൺ ഇൻ്റർവൽ -∞, 4 എന്ന് പറയുന്നത് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ ഇൻക്ലൂഡിങ് 4 ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ്, റീഡിഫൈൻ ദ ഡൊമൈൻ ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ടു മേക്ക് ഇറ്റ് എ ബൈജക്ഷൻ.
എന്താണ് ബൈജക്ഷൻ എന്ന് പറയുന്നത്? എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1ഉം ഓൺ 2ഉം ആണോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നു, നോട്ട് 1 1. ദ ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കൊണ്ടുവന്നാൽ കർവിൽ മീറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നോട്ട് ഓൺ 2. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1ഉം അല്ല ഓൺ 2ഉം അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു കൺവേർട്ട് ദ ഫംഗ്ഷൻ ആസ് 1 1. ഈ ഫംഗ്ഷനെ 1 1 ആക്കി മാറ്റണം. 1 1 ആക്കുന്നതിന് വേണ്ടി എന്താണ് പ്രശ്നം? ഇവിടെ ഒന്നിൽ കൂടുതൽ പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഈ വളയുന്നതാണ് പ്രശ്നം. വളഞ്ഞു വരുമ്പോഴല്ലേ ഇങ്ങനെ രണ്ട് സ്ഥലത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വളവിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം? ഒടിക്കണം. ഈ കർവിനെ എന്താണ്? ഒടിക്കുക. അപ്പോൾ വളയുന്നതാണ് പ്രശ്നം. വളയുന്നത് എന്താണ്? ഒരു പ്രശ്നമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. സോ ഇതാ നോക്കടാ, ഇങ്ങനെ വരുമ്പോൾ എവിടെ വെച്ചാണ് ഈ ടേൺ ചെയ്യുന്നത്? എക്സ് വാല്യൂ 1. എക്സ് വാല്യൂ 1 ആകുമ്പോൾ ഈ ഫംഗ്ഷൻ എന്താണ്? ടേൺ ചെയ്യുന്നു. അപ്പോൾ എക്സിൻ്റെ വാല്യൂ, അതായത് ഡൊമൈൻ എന്ന് പറയുന്നത് ഒന്നോ അതിനേക്കാളും വലിയ വാല്യൂസ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യുക. അതായത് എക്സ് ലെസ് ദാൻ 1 വരുന്ന വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ നെയിം എന്ന് പറയുന്നത് എന്താണ്? എഫ് ആണ്. അപ്പോൾ കമാൻഡ് ഇതാ ഇവിടെ കൊടുക്കണേ. എന്താണ്? എഫ് കോമ ഫംഗ്ഷൻ്റെ പേര് എന്താണ്? എക്സ് വാല്യൂ എനിക്ക് എന്ത് മതി? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മതി. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ടൈപ്പ് ചെയ്യുക അല്ലേ? ഇൻപുട്ട് ബാറിൽ എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എൻ്റർ ചെയ്യുമ്പോൾ ഒരു പുതിയ ഫംഗ്ഷൻ വരും. എന്നിട്ട് എഫ് ഹൈഡ് ചെയ്യുക അല്ലേ? അപ്പോൾ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ എക്സ് വാല്യൂ ലെസ് ദാൻ 1 ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്തു, കട്ട് ചെയ്ത് കളഞ്ഞു. അതായത് ഡൊമൈൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ കിട്ടി. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിലല്ലേ കട്ട് ചെയ്യുന്നുള്ളൂ. സോ ദിസ് ഫംഗ്ഷൻ ഈസ് നൗ 1 1. അപ്പോൾ ഇത് 1 1 ആക്കാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു? ക്ലോസ്ഡ് ഇൻ്റർവെൽ എന്താണ്? 1 കോമ ഇൻഫിനിറ്റി. എക്സിൻ്റെ വാല്യൂ 1 മുതൽ ഇൻഫിനിറ്റി വരെയായി റെസ്ട്രിക്റ്റ് ചെയ്തു. ഇത് നിങ്ങളുടെ ആൻസർ സ്ക്രിപ്റ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ ഈ ഫംഗ്ഷൻ 1 1 ആക്കാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു? ക്ലോസ്ഡ് ഇൻ്റർവെൽ 1 കോമ ഇൻഫിനിറ്റി. ഇത് ഒരു സാധ്യത. ഇനി എന്താണ്? ചിലർക്ക് എന്താണ്? ഇടത് സൈഡ് വെട്ടാൻ താല്പര്യമില്ല എങ്കിൽ വലത് സൈഡ് വെട്ടിക്കോളൂ. എങ്കിൽ എന്ത് സംഭവിക്കും? എക്സ് എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 മാത്രം പരിഗണിക്കുക. എങ്കിൽ ഇവിടെ എന്ത് അടിച്ചു കൊടുക്കണം? എഫ് കോമ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. എങ്കിൽ എന്ത് വരും? ഈ ലെഫ്റ്റ് സൈഡിലുള്ള പൊസിഷൻ മാത്രം വരും. ഈ പോർഷൻ കട്ട് ചെയ്ത് കളയും. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, കൺഫ്യൂഷൻ ആക്കണ്ട. എപ്പോഴും നമ്മൾ വലത്തോട്ട് ചിന്തിക്കുക. ഓക്കെ, ശരി. അപ്പോൾ അതിൻ്റെ ആൻസറായി. നെക്സ്റ്റ് എന്താണ്? ഈ ഫംഗ്ഷൻ ഓൺ 2 ആണോ? ഈ ഫംഗ്ഷൻ ഓൺ 2 അല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലേ? അപ്പോൾ ഓൺ 2 ആകണമെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈനും റേഞ്ചും ഈക്വൽ ആകണം. ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ ഇപ്പോൾ എന്താണ്? ക്യാപിറ്റലാണ്. എന്നാൽ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്? -∞, 4. രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല? ഓൺ 2 അല്ല. അപ്പോൾ ഇത് ഓൺ 2 ആക്കാൻ കോഡൊമൈൻ റേഞ്ചിന് ഈക്വൽ ആക്കണം. അതായത് ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്തായി റെസ്ട്രിക്റ്റ് ചെയ്യണം? -∞, 4 ആയി റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ കോഡൊമൈനും റേഞ്ചും എന്തായി? ഈക്വലായി. ദെയർഫോർ ദ ഫംഗ്ഷൻ ഈസ് നൗ ഓൺ 2. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ഫംഗ്ഷൻ ഓൺ 2 ആക്കാൻ റേഞ്ച് കോഡൊമൈന് തുല്യമാക്കുക, അങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. അപ്പോൾ റേഞ്ച് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പോൾ അതെന്താക്കി എഴുതുക? കോഡൊമൈനാക്കി എഴുതുക. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. ഹെൻസ് ഇറ്റ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഇതാണ് സംഭവം. വൈവ ക്വസ്റ്റിന് ചോദിക്കും എന്തുകൊണ്ട് എന്താണ് ബൈജക്റ്റീവ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ? എ ഫംഗ്ഷൻ വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. അതാണ് ബൈജക്റ്റീവ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അതുപോലെ എന്താണ് 1 1 ഫംഗ്ഷൻ ചോദിക്കാം. എന്താണ് ഓൺ 2 ഫംഗ്ഷൻ? ഒരു ഫംഗ്ഷൻ ഓൺ 2 ആകാനുള്ള കണ്ടീഷൻ എന്ത്? ഇതൊക്കെ ചോദിക്കുമ്പോൾ ലാബ് മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ സി പാർട്ട്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഇൻ ദ റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ. ആ റെസ്ട്രിക്റ്റ് ചെയ്ത ഡൊമൈനിൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കുക. അതെങ്ങനെയാണ് കമാൻഡ് കൊടുക്കേണ്ടത് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓൾറെഡി ഞാൻ ചെയ്ത് കാണിച്ചു. എന്താണ്? എഫ് കോമ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്താൽ മതി. സി പാർട്ടും ആൻസറായി. ഡ്രോ ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ വിൻഡോയിൽ ഡ്രോ ചെയ്ത് കാണിച്ചാൽ മതി, ആൻസർ ഷീറ്റിൽ ഡ്രോ ചെയ്യണ്ട. സ്കെച്ച് ദ ഗ്രാഫ് എന്ന് പറയുമ്പോൾ ആൻസർ ഷീറ്റിൽ അത് വരയ്ക്കണം. ആ വ്യത്യാസം മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. കൺസിഡർ ദ ഫംഗ്ഷൻ f of x is equal to 4 cosec 2x. അല്ലേ? ഇതൊരു ട്രിഗണോമെട്രി ഫംഗ്ഷനാണ്. അതുകൊണ്ട് തന്നെ എക്സ് വാല്യൂസ് ഇൻ ടേംസ് ഓഫ് π/4 കൺവെർട്ട് ചെയ്യണം. അപ്പോൾ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ തുടക്കത്തിൽ ചില ഇനിഷ്യൽ സെറ്റിങ്സുകൾ ചേഞ്ച് ചെയ്യണം. അതിനു വേണ്ടി എന്താണ്? നമുക്ക് ഈ വിൻഡോ, ഒരു പുതിയ വിൻഡോ എടുത്താലും കുഴപ്പമില്ല. ഫയൽ എടുക്കുക, ന്യൂ വിൻഡോ.
എക്സ് വാല്യൂസ് ഇൻ ടേംസ് ഓഫ് പൈ ബൈ ഫോറിലോട്ട് കൺവെർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇൻ ടേംസ് ഓഫ് 1 യൂണിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അത് ചെയ്യാൻ ഗ്രാഫിക്സിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഗ്രാഫിക്സ് വന്നില്ലേ, അത് ക്ലിക്ക് ചെയ്യുക. ആ ഗ്രാഫിക്സിൽ എക്സ് ആക്സിസ് സ്റ്റെപ്പ് എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ട്. എക്സ് ആക്സിസ് ക്ലിക്ക് ചെയ്യുക. എക്സ് ആക്സിലെ ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യണം. എന്താണ് ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്, 1 ഉണ്ട്, പൈ ഉണ്ട്, പൈ ബൈ 2. നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നത്, പൈ ബൈ 4. ബാക്ക് സ്പേസ് എടുത്ത് 2 കളയുക, 4 കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂ ഇൻ ടേംസ് ഓഫ് പൈ ബൈ 4ൽ ഇരിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ 4 cosec 2x. ഈ ഫംഗ്ഷൻ മാത്രമാണ് മാറി മാറി വരുന്നത് അല്ലേ. ഈ വേർഷനിൽ 4 cosec 2x ആണെങ്കിൽ വേറൊരു വേർഷനിൽ എന്തായിരിക്കും, sec 2x എന്നായിരിക്കും, ചിലതിൽ sin 2x എന്നായിരിക്കും, ചിലതിൽ cos 2x. ഇങ്ങനെ ഫംഗ്ഷൻ മാറി മാറി വരും. ഈ ഒരൊറ്റ പ്രോബ്ലം മാത്രമേ കുറച്ച് കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ വളരെ സിമ്പിളാണ് ഈ മിനിമം ലെവലിൽ അതിൻ്റെ തിയറി അറിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരയ്ക്കണം. എന്താണ് ഫംഗ്ഷൻ, 4 cosec 2x. ഇൻപുട്ട് ബാറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക 4 cosec ബ്രാക്കറ്റിനകത്ത് 2x, എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രാഫ് കാണുവാൻ സാധിക്കും. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണ്, അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന y വാല്യൂ ഇതാ നോക്കടാ, ബേസ് 4 മുതൽ മേളിലോട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അടുത്ത -4 വരെ -ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. അതായത് ഈ -4നും +4നും ഇടയ്ക്ക് ഫംഗ്ഷൻ എന്തില്ല, y വാല്യൂ ഇല്ല. അതായത് റേഞ്ച് ഈക്വൽ ടു മൊത്തം എടുക്കുക, ക്യാപിറ്റൽ R സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പർ മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4,4. ക്യാപിറ്റൽ R മൈനസ് ഈ ഒരു പ്ലേസ്, ഈ ഒരു ഇൻ്റർവൽ എന്താണ്, ഓപ്പൺ ഇൻ്റർവൽ -4,4. അത് പോയിട്ട് ബാക്കിയുള്ള എല്ലാ റിയൽ നമ്പറും എന്തായിട്ട് വരും, ഇതിൻ്റെ റേഞ്ച് ആയിട്ട് വരും. സോ റേഞ്ച് ഓഫ് ദിസ് ഫംഗ്ഷൻ ഈക്വൽ ടു എന്താണ്, R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4,4. ഇതാണ് ഏറ്റവും സിമ്പിൾ. അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, y വാല്യൂ എവിടെ ഉണ്ട്, എന്താണ് താഴെ -ഇൻഫിനിറ്റി മുതൽ -4 വരെ, ഓപ്പൺ ഇൻ്റർവൽ -ഇൻഫിനിറ്റി, -4, അത് ക്ലോസ്ഡ് ഇൻ്റർവൽ. യൂണിയൻ അടുത്തെന്താണ്, ക്ലോസ്ഡ് ഇൻ്റർവൽ 4 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ, ക്ലോസ്ഡ് ഇൻ്റർവൽ 4, ഇൻഫിനിറ്റി. അതാണ് ആദ്യത്തെ ആൻസർ. ഇതിലേത് എഴുതിയാലും മാർക്ക് കിട്ടും. ഏതാണോ നിങ്ങൾക്ക് ഈസി അതനുസരിച്ച് ചെയ്യുക. നൗ ഈ ഫംഗ്ഷൻ 1 ആണോ 1 ആണോ, കഴിഞ്ഞ പ്രോബ്ലം ചെയ്തതുപോലെ അല്ലേ, ഇവിടെ ഒരുപാട് സ്ഥലത്ത് വളയുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, 1 അല്ല, 1 അല്ല. കാരണം ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇവിടെ കൊണ്ടുവന്നാൽ ഒന്നല്ല, ഇമേജസ് ഇല്ല, y വാല്യൂസ് ഇല്ല. അതുകൊണ്ട് നോട്ട് 1 നോട്ട് 1. അപ്പോൾ ഈ ഫംഗ്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിത് 1 ആക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മേൽഭാഗവും താഴ്ഭാഗവും ശ്രദ്ധിക്കുക അല്ലേ, വളയാത്ത സ്ഥലങ്ങൾ എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻ്റർവലാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. ഇവിടെ ചെയ്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4, +π/4, -set 0 എന്ന് ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് നമുക്ക് നോക്കാം, ഒരുപാട് സാധ്യതകളുണ്ട്. ഏതെങ്കിലും ഒരു ആൻസർ നോക്കുക. -π/4, എക്സ് വാല്യൂ -π/4 വരുമ്പോൾ ഗ്രാഫ് എവിടെയാണ്, ഇവിടെ അല്ലേ വരുന്നത് അല്ലേ. എന്നിട്ട് -π/4 മുതൽ ഈ +π/4 വരെ പരിഗണിക്കുക. -π/4 മുതൽ ഇതുവരെ. അപ്പോൾ എന്തൊക്കെ വരും, ഈ താഴെയുള്ളത് ഇങ്ങനെയുള്ള പോർഷൻ വരും. അടുത്ത് +π/4 വരുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ ഈ പോർഷൻ മാത്രമേ, ഈ ലെഫ്റ്റിൽ വരുന്ന ഇത്രയും വരെ വരത്തുള്ളൂ, റൈറ്റ് സൈഡ് വരത്തില്ല. അപ്പോൾ ഇവിടെ ഒരു സാധനം താഴോട്ട് വരും, ഇവിടെ ഒരു സാധനം മേളിലോട്ട് വരും. ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഇവ തമ്മിൽ എന്താണ്, ഒന്നിൽ കൂടുതൽ പോയിന്റിൽ കട്ട് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ 1 ആകും. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, ഇവിടെ കൊടുക്കുക f, ഫംഗ്ഷൻ f ആണല്ലോ, f, എന്താണ് നമ്മുടെ ഇൻ്റർവൽ ഞാൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് -π/4 മുതൽ +π/4 വരെ. അപ്പം -π/4 അത് ഇവിടെ ആൽഫ കീയിൽ കൊടുത്താൽ പൈ കിട്ടും, അല്ലാതെ pi/4 എന്ന് ടൈപ്പ് ചെയ്താലും കിട്ടും. ഓക്കെ, 2 സാധ്യതകളും ഉണ്ട് കേട്ടോ. -π/4 -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. ഞാനിവിടെ pi എന്നതിനെ ടൈപ്പ് ചെയ്ത് കാണിക്കാം, pi/4. അപ്പോഴും അത് തന്നെ കിട്ടും, കുഴപ്പമൊന്നുമില്ല കേട്ടോ. -π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/4. കിട്ടിയായിരുന്നോ, എക്സ് വാല്യൂ -π/4 മുതൽ +π/4 വരെ റെസ്ട്രിക്റ്റ് ചെയ്തു. എൻ്റർ കൊടുക്കുമ്പോൾ ഇവിടെ ആ ഗ്രാഫ് നമുക്ക് കാണുവാൻ സാധിക്കും മറ്റൊരു കളറിൽ. ഇനി എഫ് ഹൈഡ് ചെയ്യുക. ബാക്കിയെല്ലാം പോയില്ലേ. ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ, ഈ 2 സംഗതികൾ. ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ എത്തുമ്പോൾ ഇപ്പുറത്തെ സൈഡല്ലേ, അപ്പോൾ ഒരൊറ്റ പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് 1. അപ്പോൾ ഇത് 1 ആക്കാൻ ഞാൻ ഡൊമൈൻ എങ്ങനെ റെസ്ട്രിക്റ്റ് ചെയ്തു, ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4, π/4.
പക്ഷേ ഇവിടെ ഒരു പ്രശ്നം കൂടെ ഉണ്ട്. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണോ? 0 എന്ന് പറയുന്ന പോയിന്റിൽ y വാല്യൂ ഗ്രാഫ് ഉണ്ടോ? ഇല്ല. താഴോട്ടുണ്ടോ? ഇല്ല. ഇമേജ് ഇല്ല. അപ്പോൾ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഡൊമൈൻ ക്ലോസ്ഡ് ഇൻ്റർവൽ -π/4, π/4 മൈനസ് സെറ്റ് 0. 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതുകൊണ്ട് ഡൊമൈനിൽ ആ പോയിന്റ് ഇല്ല എന്ന് എഴുതുക. ഓക്കെ, ഇത്ര എഴുതി കഴിഞ്ഞാൽ ഡൊമൈൻ റെസ്ട്രിക്റ്റ് ചെയ്ത് ആ ഫംഗ്ഷൻ 1 ആക്കി എന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൻ്റെ റേഞ്ച് ഓൾറെഡി പറഞ്ഞു. R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4, 4. കോഡൊമൈനും എന്താക്കുക? ഇതാക്കുക. കോഡൊമൈൻ ഈക്വൽ ടു എന്തായി റെസ്ട്രിക്റ്റ് ചെയ്യണം? R മൈനസ് ഓപ്പൺ ഇൻ്റർവൽ -4, 4. അപ്പോൾ ആ ഫംഗ്ഷൻ എന്തായി? ഓൺ ടു ആയി. നൗ ദിസ് ഫംഗ്ഷൻ ഈസ് എന്താണ്? ബോത്ത് 1 ആൻഡ് ഓൺ ടു. ഹെൻസ് ഇറ്റ് ഈസ് എന്താണ്? എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അവസാനത്തെ പാർട്ട് ഈ റെസ്ട്രിക്റ്റഡ് ഡൊമൈനിൽ ഗ്രാഫ് വരയ്ക്കുക. അത് നമ്മൾ ഓൾറെഡി വരച്ചു കഴിഞ്ഞല്ലോ. ഇതാണ് ഗ്രാഫ്. ഇത് എക്സ്റ്റേണൽ എക്സാമിനറെ വിളിച്ച് കാണിക്കുക. ഇത്രയും കാര്യങ്ങളാണ് 2025 ചോദിച്ചത്. ഇതിൽ 2 മാർക്ക് വരെ നമുക്ക് ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പറ്റിയാൽ നമുക്കത് നമ്മുടെ ടോട്ടൽ മാർക്കിനെ ബാധിക്കത്തില്ല. ഒരു പ്രശ്നവുമില്ല. ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പല കുട്ടികളും ഭയപ്പോടോടുകൂടി അല്ലെങ്കിൽ പേടിയോടുകൂടി കാണുന്ന ഒരു ലാബാണ് ഫങ്ഷൻസ്. വളരെ സിമ്പിളാണ്. നമ്മൾ തിയറി പഠിക്കുന്ന പോലെ യാതൊരു കൺഫ്യൂഷനുമില്ല. വളരെ ഈസി ആയിട്ട് ഈ ലാബിലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. തീർച്ചയായും ഭംഗിയായി ഇതിലെ ആശയങ്ങൾ മനസ്സിലാക്കുക, ചെയ്ത് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രത്യേകിച്ച് 2024-2025 ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടെ ഒന്ന് മനസ്സിലാക്കി പോയാൽ ഈ വർഷവും സമാനമായ ക്വസ്റ്റ്യൻ, ഇതേ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ഈ ലാബിലെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നെക്സ്റ്റ് ഡേ മറ്റൊരു ലാബിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.